മൈമ്പിള്ളി ശിവരാമകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഭക്തി നിർഭരമായ സമാപനം. നിരവധി ഭക്തരാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൽ പങ്കെടുത്തത്. ബ്രഹ്മശ്രീ കോട്ടപ്പുറം ശങ്കരനാരായണ ശർമ്മ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് യജ്ഞാചാര്യനായി. സമാപന ദിവസമായ വ്യാഴാഴ്ച രാവിലെ വിഷ്ണു സഹസ്രനാമ പാരായണം, ഭാഗവത പാരായണം എന്നിവയ്ക്ക് ശേഷം വ്യാഖ്യാനം ആരംഭവും നടന്നു. ഉദ്ധവോപദേശം, സ്വർഗാരോഹണം, മാർക്കണ്ഡേയ ചരിതം തുടങ്ങിയ കഥാഭാഗങ്ങളുടെ വ്യാഖ്യാനമാണ് നടന്നത്. സപ്താഹയജ്ഞം, വിശേഷാൽ പൂജകൾ, ആറാട്ട് എന്നിവയോടെ സമാപിച്ചു. ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് ആനന്ദനാരായണ സ്വാമി, ഉപദേശക സമിതി സെക്രട്ടറി എം ഗോപിനാഥൻ, CJ നാരായണസ്വാമി, C രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. അങ്ങനെ ഭഗവാൻ വളരെ അനുഗ്രഹീതനായി എങ്ങനെയാണോ സർവാലങ്കാര വിഭൂഷിതനായിട്ട് പട്ടാഭിഷേക സമയത്ത് ആശീർവദിച്ചത്, അതുപോലെ മറ്റു മൂർത്തിമത് ഭാവങ്ങളോടുകൂടി നിലകൊള്ളുന്നതായിട്ടുള്ള ആ ഭഗവാൻ എന്നും നമ്മളിൽ കാമരാഹിത്യം എന്ന ഭഗവാനെ ആശ്രയിക്കാൻ സാധിക്കണം. മാത്രമല്ല സർവമംഗളങ്ങളും പ്രദാനം ചെയ്യും. എങ്ങനെയാണോ ഭഗവാൻ ആഞ്ജനേയസ്വാമി കൈങ്കര്യം ചെയ്തത്, അതുപോലെ ഭഗവാൻ ഉപാസന ചെയ്യുമ്പോൾ ഭഗവാന്റെ ഓരോ പ്രവൃത്തികളിൽ നമുക്ക് കൈങ്കര്യം ചെയ്യാൻ സാധിക്കണം. അതാണ് ഈ ക്ഷേത്രസഹിതം നിങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരുമുറ്റം കല്ല് വിരിച്ച് ഭംഗിയാക്കി, ശീലകം ഭംഗിയാക്കി, അങ്ങനെ തുലപ്പള്ളിയും ശീലകവും പുറവണ്ടവും എല്ലാം ഭംഗിയായി ക്ഷേത്രം. മറ്റു ക്ഷേത്രങ്ങളിലും ഇനി ബാക്കി പണികളെല്ലാം നടക്കുന്നുണ്ട്. അതെല്ലാം ക്രമേണ പടിപടിയായിട്ടാണോ നടക്കുക. ഒരുമിച്ച് നടത്തില്ല, എന്തായാലും നടക്കാൻ സാധിക്കില്ല. പല കാരണങ്ങളാണ്. ദേവഹിതം കൂടി നോക്കണം. അപ്പം അങ്ങനെ ആ ദേവൻ നമ്മളെ ആശീർവദിച്ചതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഗൃഹങ്ങളിലെല്ലാം പ്രകാശപൂരിതമായിട്ട് എങ്ങനെയാണോ അലങ്കരിച്ച് ഭഗവാനിലേക്ക്, അതുപോലെ ദേശത്തിന്റെ വിളക്ക് കെടാതെ സൂക്ഷിക്കാൻ വേണ്ടി ഓരോ സൂര്യകൾ ഏൽപ്പിച്ചതായിട്ടുള്ള തപസ്സിനെ നമ്മൾ കൊണ്ടു നടക്കുക.